ഈശോയിലെ ഏറെ സ്നേഹിക്കപ്പെട്ട ഫീസ്റ്റ് ഫെലോഷിപ്പിലെ അംഗങ്ങളെ, നിങ്ങളെ ഹൃദയപൂർവ്വം ഷാലോമിൻ്റെ ഈ അനുഗ്രഹീതമായ രാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രഭാതം മുതൽ ഈ ആലയത്തിൽ ഷാലോം സഹകാരികൾക്ക് വേണ്ടി ഉയർത്തിയ പ്രാർത്ഥനകൾ, ആരാധനകൾ, അതിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ ഒന്നു ചേർന്ന് ദിവ്യകാരുണ്യ സന്നദ്ധിയിലേക്ക് കടന്നു വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആരാധനയിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിലൊത്തിരി നിയോഗങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ആവശ്യങ്ങളുണ്ട്. ചില പ്രതിസന്ധികൾ വ്യക്തിജീവിതത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്. 110 സങ്കീർത്തനം അതിൻ്റെ 1 തിരുവചനം പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുമ്പോഴും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇരിക്കേണ്ടത് കർത്താവിൻ്റെ മുമ്പിലാണ്. നീ കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നിൻ്റെ ശത്രുക്കളെ ഈശോ നിൻ്റെ പാദപീഠമാക്കി മാറ്റും. അതിനാൽ ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ നമ്മളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരവും രോഗവും തകർച്ചയും ഇന്ന് സ്നേഹിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കണം. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. 110 സങ്കീർത്തനം അതിൻ്റെ 2 തിരുവചനം പറയുന്നു, സിയോനിൽ നിന്ന് അധികാരത്തിൻ്റെ ചെങ്കോൽ അവൻ അയക്കും. സിയോനിൽ നിന്ന് നിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ അവൻ അയക്കും. ശത്രുക്കളുടെ മധ്യേ നീ വാഴുക. പ്രതിസന്ധിയുടെ മുമ്പിൽ നീ തളർന്നു പോകരുത്, നീ തളർന്നു വീഴരുത്, നീ ഇട്ടിട്ടോടരുത്, പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. ഈശോയുടെ സന്നിധിയിൽ ചെന്ന് ശാന്തമായിട്ടിരിക്കുക. ഈ രാത്രിയിൽ ദൈവം നിനക്ക് തരുന്ന അഭിഷേകവും അനുഗ്രഹവും നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ, നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ഭാരപ്പെടുത്തുന്ന സകലതിൻ്റെ മേൽ വാഴാനുള്ള ഒരാത്മീയ അധികാരവും നിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരവും തരുവാൻ ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഹൃദയം തുറന്ന് ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ സന്നദ്ധിയിൽ ഒന്ന് എളിമപ്പെട്ട് നമ്മളെ തന്നെയൊന്ന് ചെറുതാക്കി നമ്മുടെ പ്രാർത്ഥനകൾക്കും പരിത്യാഗ പ്രവൃത്തികൾക്കും ഉത്തരം ലഭിക്കാത്തിടത്ത് ഈ രാത്രിയിൽ ദിവ്യകാരുണ്യനാഥൻ നമുക്ക് വേണ്ടി പോരാടും. ഈ രാത്രി നമ്മുടെ വിജയത്തിൻ്റെ രാത്രിയാണെന്ന ഉത്തമ വിശ്വാസത്തോടെ ബോധ്യത്തോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ശാന്തമായിരിക്കാം. ഈശോയെ ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ പാദപീഠത്തിൽ അവൻ്റെ മുമ്പിലൊന്ന് ഈ രാത്രി നമുക്ക് ഇരുന്നു കൊടുക്കാം. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കും നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കും നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന. പാടി ആരാധിക്കാം. യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ശാന്തമായി ഇരുന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. സർവശക്തനായ ഒരു ദൈവം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു.
സർവാധിപനായ കർത്താവ്, ഇതാ ദേവാലയത്തേക്കാൾ വലിയവനിവിടെ, സ്വർഗത്തിൻ്റെ അതിനാഥനായ കർത്താവ്, സ്വർഗത്തിൻ്റെ ദൈവം, നമ്മുടെ സർവസ്വവുമായി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്വീകരിക്കാം. ആ കരങ്ങളൊന്ന് അവിടുത്തെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച കർത്താവേ, ഇതാ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു, എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിത പ്രതിസന്ധിയിൽ, എൻ്റെ സന്തോഷങ്ങളിൽ, ആനന്ദത്തിലെല്ലാം കർത്താവെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, വിളിക്കുന്നു, സ്തുതിക്കുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന സർവശക്തനായ നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി. പാടി ആരാധിക്കാം. യേശുവേ അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയത്തിൻ്റെ അതിനാഥനായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, അങ്ങാണെൻ്റെ ജീവൻ. കർത്താവേ, അങ്ങാണെൻ്റെ ജീവിതം. കർത്താവേ, അങ്ങാണെൻ്റെ ആനന്ദം. അങ്ങാണെൻ്റെ അഭിമാനം. കർത്താവേ, എൻ്റെ വിടുതലും സൗഖ്യവും അവിടെ നിന്നാണ്. എൻ്റെ സന്തോഷവും സമാധാനവും അവിടെ നിന്നാണ്. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ ആയുസ് കൊണ്ട്, എൻ്റെ ജീവനം കൊണ്ട്, ജീവിതം കൊണ്ട് കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു. ദൈവമായ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നു. സന്തോഷത്തോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അഭിമാനത്തോടെ ആരാധിക്കുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ഏക രക്ഷകരെ ഞാൻ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങാണ് എൻ്റെ സർവ്വവും, അങ്ങാണ് എൻ്റെ സർവസ്വവും, അങ്ങാണ് എൻ്റെ എല്ലാം എല്ലാം. കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവരോട് പറയാം, കർത്താവെ, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ നന്ദി. ഈശോയെ ആരാധന, യേശുവേ ആരാധന, എൻ്റെ ഈശോയെ ആരാധന, എൻ്റെ ദൈവമേ ആരാധന. കർത്താവ് ഈശോയെ ആരാധന. ഏക സത്യ ദൈവമേ ആരാധന. ഏക രക്ഷക ആരാധന. എൻ്റെ സൗഖ്യമേ, എൻ്റെ അഭിമാനമേ, എൻ്റെ ആനന്ദമേ, എൻ്റെ പ്രത്യാശയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങേലല്ലാതെ വേറെയില്ലെന്നാശ്രയം. ഈശോയോട് പറയാം നമുക്ക്. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഏറ്റവും സുരക്ഷിതമാണെന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് ഏറ്റുപറയാം. കർത്താവേ, ഇതാ എൻ്റെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞല്ലോ, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. കർത്താവ്, ഇപ്പോൾ കടന്നു പോകുന്ന ഈ വാർദ്ധക്യത്തെ, ഈ രോഗാവസ്ഥയെ,
ഈ തളർച്ചയെ, ഈ തകർച്ചയെ, ഒറ്റപ്പെട്ട അനുഭവത്തെ എല്ലാം കർത്താവേ, ഏകാന്തതയെല്ലാം കർത്താവേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ കർത്താവേ. എന്നെ സംരക്ഷിക്കാനും എന്നെ പരിപാലിക്കാനും എനിക്ക് ജീവൻ നൽകാനും അങ്ങിപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ കർത്താവേ. ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു കർത്താവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു ദൈവമേ, ഞാൻ അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നു കർത്താവേ. എല്ലാ തളർച്ചകളും, എല്ലാ തകർച്ചകളും, എല്ലാ വേദനകളും, എല്ലാ ഒറ്റപ്പെടലുകളും ദൈവമേ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ കാണുന്ന കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന്. എല്ലാം കാണുന്ന ദൈവമേ, എല്ലാം അറിയുന്ന ദൈവമേ, അവിടുത്തെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് എളിമയോടെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ കുടുംബത്തെ അവിടുത്തെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജീവിത പങ്കാളി, മക്കൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ കർത്താവേ. അവിടുന്ന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, 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 യേശുവേ നന്ദി. എൻ്റെ ശരണവുമേ, എൻ്റെ ജീവനുമേ, എൻ്റെ ആശ്രയമേ, അങ്ങേക്കാരാധന. എൻ്റെ ശരണവുമേ, എൻ്റെ ജീവനുമേ, എൻ്റെ ആശ്രയമേ, അങ്ങേക്കാരാധന. കർത്താവെ, അങ്ങേ കരങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഷാലോമിൻ്റെ എല്ലാ പീസ് ഫെലോഷിപ്പ് അംഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വിളിച്ചുകൊണ്ട് മാത്രമാണല്ലോ കർത്താവെ അവരെല്ലാവരും ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. കർത്താവെ, ഞങ്ങൾ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ ബെന്നി സാറിനോട് കർത്താവെ അങ്ങേക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ കർത്താവെ ബെന്നി സാർ അങ്ങയോട് ചോദിച്ചു, കർത്താവ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന്, അതിൻ്റെ ഉള്ള റിസോഴ്സ് എവിടെ നിന്ന് കിട്ടുമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയതാണല്ലോ കർത്താവ് ഈ കൂട്ടായ്മ. അതേ കർത്താവെ, ഈ കൂട്ടായ്മയിലേക്ക് അങ്ങ് വിളിച്ചു കൊണ്ടുവന്ന എല്ലാ ജീവിതങ്ങളെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും കർത്താവ് ഈ കൂട്ടായ്മയിലൂടെയാണല്ലോ കർത്താവ് സൂക്ഷയെ മുന്നോട്ട് അങ്ങ് നയിച്ചത്. കർത്താവെ, അതിനോർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, അങ്ങ് അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. എല്ലാം കർത്താവെ അങ്ങയുടെ മഹത്വമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, ഈ ശുശ്രൂഷയെ നയിച്ചത് അങ്ങാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ. അങ്ങേ കരങ്ങളിലേക്ക് ഈ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഈ രാത്രി ഞങ്ങൾ അങ്ങേ ഒരിക്കൽ കൂടി സ്തുതിച്ച് ആരാധിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു. ഓ കർത്താവെ, SP അംഗങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. അവരുടെ ജീവിതങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. കർത്താവ് ഉപയോഗിച്ച് സൂക്ഷിച്ച് നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. എല്ലാ കൃപകളും കർത്താവ് അവരുടെ ജീവിതത്തേക്ക് അങ്ങ് ചൊരിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി പറയുന്നു. യേശുവേ നന്ദി പറയുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം
4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന്. അതെ, ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കർത്താവെ, ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ശാലോമിനോട് പങ്കുവെക്കുന്ന അവരുടെ ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാലോമിനോട് പങ്കുവെക്കുന്നതിൻ്റെ യോഗ്യതയാൽ തന്നെ കർത്താവെ അവരും അവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ SPF അംഗങ്ങളെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് അവരുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നതായി വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ യേശുവേ, നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി. ഹല്ലേലൂയ കർത്താവേ, നന്ദി അനുഗ്രഹിക്കണമേ നാഥ, അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ നാഥ, അനുഗ്രഹിക്കണമേ. കർത്താവായ യേശോയെ, ഈ രാത്രിയിൽ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ SPF അംഗങ്ങളെയും സ്നേഹത്തോടെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരിയേറെ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും വിശ്വാസത്തോടും കാത്തിരിക്കുന്ന ആ ജനതയോട് കർത്താവെ അവിടുന്ന് കരുണ കാണിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശാലോമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒത്തിരിയേറെ രോഗപീഠയിലൂടെ കടന്നു പോകുന്ന എല്ലാ SPF അംഗങ്ങളെയും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ വെന്റിലേറ്ററിലും ICUയിലുമായി കഴിയുന്ന എല്ലാ ജീവിതങ്ങളെയും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് ദൈവമേ ഭവനത്തിലായിരിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അംഗവൈകല്യം മൂലം കഷ്ടപ്പെടുന്ന മക്കള്, മാനസിക രോഗത്തിന് അടിമപ്പെട്ടു പോയവര്, ദൈവമേ ക്യാൻസർ, അതുപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഈശോയെ അതുപോലെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളിലൂടെ വലയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ശിരസ് മുതലുള്ള കാല് വരെ കർത്താവെ അങ്ങയുടെ തിരുരക്തം ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് സൗഖ്യം നൽകുവാൻ തക്ക വിധത്തിലുള്ള ശക്തി അങ്ങയിലുണ്ടല്ലോ. ആ ഒരു ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി എല്ലാ രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കളിലേക്കും അവിടുന്ന് പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾ, നൊമ്പരങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമേ. അവരുടെ കണ്ണുനീര് നീ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹം അവരിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, നീ അവിടുന്ന് സൗഖ്യത്തിൻ്റെ ശക്തി അയച്ചുകൊണ്ട് എല്ലാ രോഗപീഠകളിൽ നിന്നും ആരോഗ്യം വീണ്ടെടുക്കുവാൻ തക്ക വിധത്തിൽ കർത്താവെ നിന്റെ സൗഖ്യം അവിടുന്ന് പ്രദാനം ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവെ, അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകി ദൈവമേ, അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ദൈവമേ, അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും സന്തോഷത്തോടെ ജീവിക്കാൻ തക്ക വിധത്തിൽ കർത്താവെ അവരുടെ ജീവിതത്തിൻ്റെ മേൽ നീ ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ എല്ലാ രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കളെയും അങ്ങ് ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നീ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഈശോയെ, ഇപ്പോൾ തന്നെ അവരെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന ദൈവമേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന, യേശുവേ, ആരാധന. അങ്ങേ ദിവ്യമാ സൗഖ്യത്താൽ അവരെ നിറയ്ക്കണമേ നാഥ. അങ്ങേ ദിവ്യമാ സൗഖ്യത്താൽ അവരെ നിറയ്ക്കണമേ നാഥ. ഓ ദിവ്യകാരുണ്യേശോയെ, ഈ രാത്രിയിൽ അങ്ങയുടെ മുൻപിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യനാഥ, നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കൂദാശ ജീവിതത്തോടൊക്കെ മറുതലിച്ചു നിൽക്കുന്ന, കൗദാശിക ജീവിതം വേണ്ട എന്ന് വെക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നൊരു കാലഘട്ടമാണല്ലോ ഇത്. വിശുദ്ധ കുർബാനയോടും കുമ്പസാരത്തോടുമൊക്കെ
മറുതലിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്ന ദൈവമേ, വിവാഹം വേണ്ട എന്ന് വെക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, വിവാഹത്തിന് ശേഷം കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്ന ഞങ്ങളുടെ തലമുറ, അവരുടെ മേൽ ഈ രാത്രിയിൽ നിൻ്റെ കരം നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും കർത്താവേ, വളർന്നു വരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വേണ്ടത്ര ദൈവവിശ്വാസമോ ദൈവസ്നേഹമോ ദൈവഭയമോ ഇല്ലാത്ത ധാരാളം മക്കൾ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. കർത്താവ്, ഈ രാത്രിയിൽ നീ അവരെ ഒന്ന് കാണണമേ, തൊടണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവവിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവഭയമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. പ്രത്യേകിച്ചും ഈ നാള് പരീക്ഷയുടെ കാലഘട്ടമാണല്ലോ ദൈവമേ. പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷയെ ഭയത്തോടെ കാണുന്ന ധാരാളം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലുണ്ട് കർത്താവേ. അവരുടെ ഭയത്തെ നീ എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ സമയമാകുമ്പോൾ രോഗം പിടിപെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരെ നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള മടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നും എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിലുള്ള അലസത ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉഴപ്പന്മാരായി നടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠന മേഖലയിൽ നീ ഇടപെടണമേ ദൈവമേ. പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കട്ടെ. തെളിമയോടെ പഠിക്കുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ. ഭയം കൂടാതെ പരീക്ഷ എഴുതുവാനുള്ള കൃപ നൽകണമേ. ഇരുകരങ്ങളും ഉയർത്തി, ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമേ, തലമുറയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിശ്വാസം വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ ദിവ്യശക്തി നീ അയക്കേണമേ, നിൻ ദിവ്യശക്തി നീ അയക്കേണമേ. ഈശോയെ, നിൻ്റെ ദിവ്യമായ ശക്തി ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. അങ്ങേ ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങളിപ്പോൾ കേൾക്കുന്നു. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. എൻ്റെ ദൈവമേ, വീണ്ടും ഒരു നോയമ്പ് കാലഘട്ടത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെ നീ നയിക്കുകയാണല്ലോ കർത്താവേ. ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ, ഞങ്ങളെ തന്നെ കണ്ടെത്താൻ, ഞങ്ങളെ ഒന്ന് കഴുകുവാൻ ദൈവമേ, നിൻ്റെ ചൈതന്യം ഞങ്ങളുടെ മേൽ ഇപ്പോൾ പകരണമേ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബങ്ങളുടെ മേലും നല്ല നോയമ്പിൻ്റെ ആന്തരികമായ ചൈതന്യം ഇപ്പോൾ പകരണമേ കർത്താവേ. ജീവിതത്തിൻ്റെ വീഴ്ചകളെ ഓർത്തൊന്ന് അനുദവിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ഒന്ന് കണ്ടെത്തുവാൻ ഒരു പുതിയ ചൈതന്യം നീ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. നീ പറഞ്ഞില്ലേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളുടെ മേൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും നല്ല ചെയ്ത കർത്താവേ. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരു പുതിയ ചൈതന്യം നൽകണമേ, ഒരു പുതിയ ഹൃദയം നൽകണമേ. ഞങ്ങളുടെ ശിലാതുല്യമായ ഹൃദയം, അഹങ്കാരം നിറഞ്ഞ ആസക്തി നിറഞ്ഞ ഹൃദയം ദൈവമേ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം അങ്ങ് നൽകണമേ. സ്നേഹം നിറഞ്ഞൊരു ഹൃദയം നൽകണമേ കർത്താവേ. ആർദ്രതയുള്ള ഒരു ഹൃദയം നൽകണമേ. ഈ നിയോഗം അങ്ങയുടെ മുമ്പിൽ ഉയർത്തി, രണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അങ്ങ് വിളിക്കുന്നു ഈശോയെ. ആരാധന, ആരാധന കർത്താവേ. നോയമ്പിന്റെ ചൈതന്യം എല്ലാവരും മക്കളുടെ മേലും പകരണമേ. ഞങ്ങളിൽ അത് നിറഞ്ഞ് ഞങ്ങളുടെ സമൂഹത്തിലേക്ക്, സഭാഗാത്രത്തിലേക്ക് അത് വ്യാപിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ. ആരാധന ദൈവമേ. അനുതാപം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പാപബോധത്തിന്റെ ചൈതന്യം നൽകണമേ. അനുതാപ കണ്ണുനീർ നൽകണമേ കർത്താവേ. ആരാധന, 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 ആരാധന. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയില്ലെന്ന് അരുളി ചെയ്ത കർത്താവ്, അവൻ്റെ അടുക്കിലേക്ക് വന്ന നമ്മളെയും നമ്മൾ ഉയർത്തിയ നിയോഗങ്ങളെയും വീണ്ടും ഇത് ആശീർവദിക്കുന്നു. മുട്ടുമേൽ നിന്നുകൊണ്ട് അവിടുത്തെ വാഴ്ത്തപ്പെട്ട കരം, അവിടുത്തെ ആശീർവദിക്കുന്ന കരം നമ്മുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഉയർന്നു വരുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് സ്തുതി ആരാധനയോടെ ഈ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കിപ്പോൾ ഒരുങ്ങാം. നമ്മളെ തന്നെ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം.
ആരാധന ആരാധന സ്തുതിക്കുന്നു ദൈവമേ. നാഥ ആരാധന ആരാധന ദൈവമേ. ഞങ്ങളെ സന്ദർശിച്ച ദൈവം, ഞങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്ന ദൈവം, സുഖപ്പെടുത്തുന്ന ദൈവമേ, നന്ദി. ആരാധന ആരാധന നാഥ ആരാധന. നമ്മളെ അനുഗ്രഹിക്കുന്ന ഈശോയെ ശിരസ് നമിച്ച് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.